وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി സംസാരിച്ച വിഷയം അത് പഴിച്ചുപോയിട്ടുള്ള ഖവാരിജുകളുടെ വാദമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അഫ്ആലുകൾക്ക് ഹിക്മത്തില്ല എന്നുള്ളത്. അത് അതേ വാദം തന്നെയാണ് ജഹ്മികളുടെ വാദം, അതുപോലെ തന്നെ അശ്അരികളുടെ വാദം. നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികളുടെ ഒക്കെ വാദം അതാണ്. അള്ളാഹുവിൻ്റെ അഫ്ആലുകൾക്ക് എന്തില്ല, ഹിക്മത്തില്ല, അത് യുക്തിഭദ്രമല്ല എന്നുള്ളത്. അത് അള്ളാഹു കൃത്യമായ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ കാര്യങ്ങൾ കൽപ്പിക്കുന്നതും വിലക്കുന്നതും എന്നുള്ളതാണ് ഇവരുടെ വാദം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അഫ്ആലുകളും അത് ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ്. അത് പരിശുദ്ധ ഖുർആനും ഹദീസുകൾക്കും ഒക്കെ വിരുദ്ധമാണ്. അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് പല തരത്തിലുള്ള വിചിത്രവാദങ്ങൾ അവർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് വേദനയില്ല എന്നുള്ള അങ്ങേയറ്റം വിചിത്രമായ വാദം ഖവാരിജികൾപ്പെട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, അശ്അരികളായ ആളുകൾ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അശ്അരികളിലും പറയാറുണ്ട്. അതുപോലെ തന്നെ അവർ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സിന എന്ന് പറയുന്നത് അത് അള്ളാഹു ഹറാമാക്കിയത് കൊണ്ട് മോശമായതാണ്. അതല്ലാതെ അത് ഫീ നഫ്സിൽ അത് ചീത്തയായത് കൊണ്ടല്ല അത് അള്ളാഹു എന്താക്കിയിട്ടുള്ളത്, ഹറാമാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സിനയും വിവാഹവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അള്ളാഹു വിവാഹത്തെ ഹലാലാക്കി, അതുപോലെ സിനയെ ഹറാമാക്കി എന്നുള്ള വ്യത്യാസമല്ലാതെ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളത്. സത്യത്തില് സിനയെ അള്ളാഹു ഹറാമാക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, അതിന് ഹിക്മത്തുകളുണ്ട്. വിവാഹത്തിന് അള്ളാഹു നിയമമാക്കാൻ അതിൻ്റെതായിട്ടുള്ള ഹിക്മത്തുകളുണ്ട് അല്ലേ? അപ്പോൾ അതല്ലാണ്ട് അള്ളാഹു ഒന്നിനെ കൽപ്പിച്ചത് കൊണ്ട് മാത്രം അത് സ്വീകാര്യമാകുന്നു, മറ്റത് വെറുക്കപ്പെട്ടതാകുന്നു എന്നതല്ല. അതുപോലെ തന്നെ അവർ പറയുന്നു, ഇബ്നു ഹസ്ം ഒക്കെ പറയുന്നുണ്ട്. ഇബ്നു ഹസ്മും ഇതേ രീതിയിൽ അശ്അരികളുടെ വാദത്തോട് യോജിക്കുന്ന ആളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു കൽപ്പിക്കുന്നതെങ്കിൽ ഷിർക്ക് ഏറ്റവും നല്ല കാര്യമാകുമായിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഇന്ന ശിർക ലദുൽമുൻ അദീം. ഷിർക്ക് ഏറ്റവും വലിയ ദുൽമ ആയതുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്, അത് വിലക്കിയിട്ടുള്ളത്. അതൊരിക്കലും അള്ളാഹു എന്ത് ചെയ്യില്ല. അപ്പോ അത് ദുൽമല്ലാതാകുന്നില്ല അല്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിലക്കിയതിന് കാരണമുണ്ട്. അതല്ലാതെ അത് കേവലമായ വിലക്ക് കൊണ്ട് അത് വിലക്കപ്പെട്ടതായി തീരുകയല്ല, ഹറാമായി തീരുകയല്ല ചെയ്തിട്ടുള്ളത്. ഇത് ഇനിയും ഈ ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഖവാരിജുകൾ, ജഹ്മികൾ, അതുപോലെ തന്നെ അശ്അരികളൊക്കെ ഇവര് അള്ളാഹുവിന്റെ അഫ്ആലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജബരിയത്തിന്റെ വാദമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഖദറിന്റെ വിഷയത്തിൽ അള്ളാഹു എല്ലാം അടിച്ചേൽപ്പിച്ചതാണ് എന്നുള്ള വാദം ഉള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ വാദമാണ് അള്ളാഹുവിന്റെ അഫ്ആലുകൾക്ക്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കൊന്നും ഹിക്മത്തുകളില്ല എന്നുള്ളത്. ശേഷം ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നു, وَإِذَا سَمِعْتَ الرَّجُلَ يَطْعَنُ عَلَى الْآثَارِ وَلَا يَقْبَلُهَا. ഒരാളെ നീ കേൾക്കുകയാണ്, ഒരാൾ പറയുന്നതായിട്ട് കേൾക്കുകയാണ്. എങ്ങനെ? യത്അനു അൽ ആഥാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകൾ, അതുപോലെ തന്നെ സഹാബത്തിൽ നിന്നും സലഫുകളിൽ നിന്നും വന്നിട്ടുള്ള ആധാറുകൾ, അതിനെ വിമർശിച്ചുകൊണ്ട് അതിനെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്നതായിട്ട് നീ കേട്ട് കഴിഞ്ഞാൽ വല യഖ്ബലുഹ, അതിനെ സ്വീകരിക്കാതിരിക്കുന്നതായിട്ട് നീ കാണുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ, ഔ യുൻകിറു ശൈഅൻ മിൻ അഖ്ബാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് എന്തെങ്കിലും ഒന്നിനെ ഒരാൾ തള്ളുന്നതായിട്ട് നീ കാണുകയാണെങ്കിൽ ഫത്തഹിംഹു അലൽ ഇസ്ലാം,
അവന്റെ ഇസ്ലാം അത് ശരിയായ ഇസ്ലാം അല്ല എന്നുള്ളത് നീ മനസ്സിലാക്കുക. അവന്റെ ഇസ്ലാമിനെ നീ എന്ത് ചെയ്യുക? സംശയിക്കണം. കാരണം അവന്റെ വാദഗതി, അവന്റെ സംസാരം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. ഇത് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്ഹാഖ് ഇബ്ൻ റാഹവൈ, അതുപോലെ തന്നെ ധാരാളം സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു ഹദീസ്, സഹീഹായ ഒരു ഹദീസ്, അത് സഹീഹാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് തള്ളുകയാണെങ്കിൽ ഫഹുവ കാഫിർ, അവൻ കാഫിർ ആണെന്നുള്ള കാര്യം അല്ലേ? അത് ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വലാ യത്അനു അലാ റസൂലില്ലാഹി വലാ അലാ അസ്ഹാബിഹി ലിഅന്ന ഇന്നമാ അറഫ്നാ അല്ലാഹ വഅറഫ്നാ റസൂലഹു വഅറഫ്നാ القرآن وعرفنا الخير والشر والدنيا والآخرة بالآثار فإن القرآن إلى السنة أحوج من السنة إلى القرآن. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്, റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, പരിശുദ്ധ ഖുർആൻ തിരിച്ചറിഞ്ഞത്, അതുപോലെ നന്മ തിന്മകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ദുനിയാവും ആഖിറത്തും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് ആധാറുകൾ കൊണ്ടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബത്തിൽ നിന്നുമൊക്കെയുള്ള ആധാറുകൾ കൊണ്ടാണ് നമ്മൾ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയത്, അള്ളാഹിനെ മനസ്സിലാക്കിയത്, റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയത്, എല്ലാ നന്മ തിന്മകളും നമ്മൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അപ്പൊ ആ ആധാറുകൾ തള്ളുക എന്നുള്ളത് അത് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമാണ്. തള്ളിക്കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു ദീനിൽ വരെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ സംശയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നത്. പരിശുദ്ധ ഖുർആനാണ് സുന്നത്തിലേക്ക്, ഹദീസുകളിലേക്ക് ഏറ്റവും ആവശ്യക്കാരൻ. ഹദീസ് ഖുർആനിലേക്ക് ആവശ്യമുള്ളതിനേക്കാളും എന്താവശ്യമുണ്ട്? ഖുർആന് ഹദീസിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ റിസാലയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം പരിശുദ്ധ ഖുർആനിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഹദീസ് വേണം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പൊതുവായി പറഞ്ഞ ഒരു കാര്യം അത് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഹദീസ് വേണം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു നിയമമാക്കിയിട്ടുള്ള കർമ്മങ്ങൾ, ഇപ്പൊ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ അറിയണമെങ്കിൽ എന്ത് വേണം? ഹദീസ് വേണം. അപ്പോൾ ഹദീസ് തള്ളിക്കഴിഞ്ഞാൽ, ഒരാൾ ഹദീസുകൾ തള്ളുന്നുണ്ടെങ്കിൽ ഫത്തഹിംഹു അലൽ ഇസ്ലാം, അവന്റെ ദീനെ നമ്മൾ സംശയിക്കണം. ഫഇന്നഹു റജുലുൻ റദീഉൽ മദ്ഹബി വൽ ഖൗൽ, അവന്റെ വാദഗതിയും അവന്റെ ആശയവും അങ്ങേയറ്റം ചീത്തയായിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇവിടെ ബർബഹാരി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കുക, ഏതൊരു തരത്തിലും ഏത് വിഷയത്തിൽ വഴിപഴിച്ച ആളുകളുണ്ടോ, ഇനി ചെറുതോ വലുതായിട്ടുള്ള വിഷയങ്ങൾ വഴിപഴിച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിശ്ചിതമായിട്ടുള്ള ഹദീസുകളോട് അവർക്ക് വെറുപ്പുണ്ടാകും. ഇപ്പോ ഖുബൂരികളായ ആളുകൾ, ഖബർ ആരാധകരായ ആളുകൾക്ക്, അവർക്ക് ഈ ഖബർ കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനെ വിലക്കുന്ന ഹദീസുകൾ, നിരവധിയായ ഹദീസുകൾ, അതിനോട് വെറുപ്പായിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉലുവിനെ നിഷേധിക്കുന്ന ആളുകൾ, അവൻ അർശിന്റെ ഉപരിയിലാണ് നിഷേധിക്കുന്ന ആളുകൾക്ക് സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസുൽ ജാരിയ, റസൂലുള്ളാഹി ഒരു ജാരിയത്തായിട്ടുള്ള വൃത്തിയായ ഒരു സ്ത്രീയോട് എന്താണ് ചോദിക്കുന്നുണ്ട്? എന്ത്? അയ്നല്ലാഹ്, അള്ളാഹു എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പൊ അവർ പറയുന്നു ഫിസ്സമാ, അള്ളാഹു ആകാശത്തിന് ഉപരിയിലാണെന്ന് പറയുന്നു. അപ്പൊ റസൂലുള്ളാഹി പറയുന്നത് എന്താണ്? അത്ഖഹ ഫഇന്നഹ മുഅ്മിന, അവരെ നീ മോചിപ്പിക്കണം. യജമാനോടാണ് പറയുന്നത്, കാരണം അവര് മുഅ്മിനത്തായിട്ടുള്ള സ്ത്രീയാണെന്നാണ് പറയുന്നത്. അപ്പോ ഈ ഒരു ഹദീസിനെ എന്ത് ചെയ്യുന്നു? സഹീഹ് ബുഖാരിയിലുള്ള ഹദീസായിട്ട് പോലും അശ്അരികൾ തള്ളിക്കളയുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് ഏറ്റവും വെറുക്കപ്പെട്ടുള്ള ഹദീസാണ്. ഇനി സുറൂറികളായ ആളുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവരെല്ലാം അസ്മാ സിഫാത്ത് എല്ലാം അവർക്ക് ഓക്കെയാണ്, ഉലൂഹിയത്ത് ഓക്കെയാണ്, റുബൂബിയത്ത് എല്ലാം ഓക്കെയാണ്, മറ്റ് സഹാബത്തുമായി ബന്ധപ്പെടുന്നതും മറ്റ് പല വിഷയങ്ങൾ അവർക്ക് ഓക്കെയാണ്. പക്ഷേ ഭരണാധികാരികളെ കേൾക്കുക അനുസരിക്കുക എന്ന് പറയുന്ന വിഷയത്തിലുള്ള ഹദീസുകൾ അവർക്ക് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് കലിയെളുക്കും. അവർ ആ ഹദീസിനെ തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള വേലകളും നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഏത് വിഭാഗമാണെങ്കിലും, പിഴച്ച ഏത് കക്ഷികളാണെങ്കിലും നമുക്ക് പലതരത്തിലുള്ള ഹദീസുകളെ തള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ അശ്അരികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഖബർ ആഹാദ് അഖീദക്ക് പറ്റുകയില്ല എന്ന് പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഅ്തസിലികളും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില സമയത്ത് അവരുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആനെയും ഹദീസിനെയും മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വാസ കാര്യങ്ങൾ എടുക്കാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ തരത്തില് ഹദീസിനെ നിസ്സാരവൽക്കരിച്ചതായിട്ട്, അശ്അരികളെ പോലെ നിസ്സാരവൽക്കരിച്ചതായിട്ട് നമുക്ക് ആരെയും കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനെ വരെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അഖീദക്ക് സ്വീകരിക്കാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് വിവരിക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ ആയത്തോ ഹദീസ് ഒന്നും വിവരിക്കുന്നുണ്ടാവില്ല. മറിച്ച് കുറെ ഫിലോസഫിയും അരിസ്റ്റോട്ടിലും അതുപോലെ പ്ലാറ്റോവും ഇതൊക്കെ ആയിരിക്കും അവരുടെ സംസാരങ്ങൾ നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവർക്ക് മറുപടി നൽകുന്ന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുക. ബയാൻ തൽബീസുൽ ജഹ്മിയ്യ, ആ ഒരു ഗ്രന്ഥത്തിൽ മാത്രം 1000-ലേറെ ആയത്തുകളാണ് ഇബ്നു തൈമിയ്യ ഉദ്ധരിക്കുന്നത്. കാരണം എന്താണ്, അവർക്കുള്ള മറുപടിയായിട്ട് ഇങ്ങനെ ആയത്തുകൾ ഇങ്ങനെ ഉദ്ധരിക്കാണ് ചെയ്യുക. കാരണം അവര് ആയത്തുകൾ ഉദ്ധരിക്കുന്നതിന് കലിപ്പാണ് അവർക്ക് താല്പര്യമില്ല. എന്നാലോ അവരുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുക, 100 കണക്കിന് പേജുകൾ നമ്മൾ മറിച്ചു നോക്കിയാൽ ഒരായത്ത് പോലും കാണാൻ സാധിക്കുകയില്ല. ഗസാലിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ റാസിയുടെ ഒക്കെ പുസ്തകങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുക, ജുവൈനിയുടെ ഒക്കെ പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഹദീസുകൾ തീരെയില്ല. ഹദീസുകൾ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും മൗദൂ ആയിട്ടുള്ള ഹദീസുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഗസാലി സ്വന്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാളെ സംബന്ധിച്ച് അയാളുടെ ശിഷ്യനായിട്ടുള്ള ഇബ്നുൽ അറബിയും പറഞ്ഞിട്ടുണ്ട്, ബിദ്അഅതി ഫിൽ ഹദീസി മുസ്ജ, ഹദീസിൽ എൻ്റെ വിവരം വളരെ കുറവാണ് എന്നുള്ളത്. ഇതേ അവസ്ഥയായിരുന്നു ഗസാലിയുടെ ഷെയ്ഖായിട്ടുള്ള അബുൽ മആലി അൽ ജുവൈനിയുടെ അവസ്ഥ, അയാളുടെ ഉപ്പയായിട്ടുള്ള അബു മുഹമ്മദ് അൽ ജുവൈനിയുടെ അവസ്ഥ. ഇങ്ങനെയുള്ള എല്ലാ അശ്അരി പണ്ഡിതന്മാരുടെ അവസ്ഥ ഹദീസിന്റെ വിഷയത്തിൽ യാതൊരു അറിവുമില്ലാത്തവരാണ്. ഇനി പിൽക്കാലത്ത് ചില ഷുറാഹൽ ഹദീസ് വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുള്ള അശ്അരികളിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അവരെന്ത് ചെയ്യില്ല, ഹദീസിന്റെ ഭാഗത്തേക്ക്, അഖീദയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാറില്ല എന്നുള്ളതാണ്. ശേഷം പറഞ്ഞു വൽ കലാം വൽ ജിദാൽ വൽ ഖുസൂമതു ഫിൽ ഖദരി ഖാസ്സ മൻഹിയുൻ അൻഹു ഇൻദ ജമീഅ അൽ ഫിറഖ്. നേരത്തെ ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് തർക്കത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ സംവാദങ്ങളെ സംബന്ധിച്ചും കുതർക്കങ്ങളെ സംബന്ധിച്ചും ഒക്കെ വിലക്കിയതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ശേഷം പ്രത്യേകമായിട്ട് ഖദറിന്റെ വിഷയത്തിൽ കുതർക്കങ്ങളും സംവാദങ്ങളും ചർച്ചകളും അത് വിലക്കപ്പെട്ടതാണ്. ഖദറിന്റെ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ഇൻദ ജമീഅൽ ഫിറഖ്, എല്ലാ ഫിറഖുകളുടെ അടുത്തും, ഇവിടെ ഫിറഖ് എന്ന് ഉദ്ദേശിക്കുന്നത് മുൻ കഴിഞ്ഞുപോയ എല്ലാ സമുദായങ്ങളുടെ അടുക്കലാണ് എന്നുള്ളത് ഷെയ്ഖ് ഫൗസാൻ വിശദീകരിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ അമ്പിയാക്കളുടെ അടുത്തും, എല്ലാ അമ്പിയാക്കളും സമൂഹത്തെ വിലക്കിയിട്ടുള്ള കാര്യമാണ് ഖദറിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നത്. ലിഅന്നൽ ഖദർ സിർറുല്ലാഹ്, കാരണം ഖദർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ രഹസ്യമാണ്. വനഹ റബ്ബു ജല്ല തബാറക വതആല അൽ അംബിയാ അൻ അൽ കലാമ ഫിൽ ഖദർ, എല്ലാ അമ്പിയാക്കളെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഖദറിന്റെ വിഷയത്തിലുള്ള അധികരിച്ച സംസാരത്തെ വിലക്കിയിട്ടുണ്ട്. വനഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖുസൂമതി ഫിൽ ഖദർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ധാരാളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഖദറിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നതിനെ വിലക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് രണ്ടാളുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഖദറിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നതായിട്ട് കണ്ട സമയത്ത് റസൂലുള്ളാഹി കോപിച്ചു. ഫകഅന്നമാ ഫഖഅ അലാ വജ്ഹി ഹബ്ബുർ റുമാൻ, കോപിച്ച് റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നു തുടുത്തു. മുഖത്ത് എന്താണ്, റുമാൻ പഴം എന്ത് ചെയ്തിട്ടുണ്ട്, കീറി വെച്ചതുപോലെ എന്തുണ്ട് കാണാൻ സാധിക്കും. അത്രയും അധികം ചുവന്നു എന്നുള്ളതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് മുൻപുള്ള സമുദായങ്ങളൊക്കെ നശിച്ചു പോയത് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
വകരിഹഹു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത് വിലക്കിയിട്ടുണ്ട്. വകരിഹു താബിഊൻ, താബിഈങ്ങൾ വിലക്കിയിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട്. വകരിഹുൽ ഉലമാ വഅഹ്ലുൽ വറഅ, പണ്ഡിതന്മാരും അതുപോലെ തന്നെ സൂക്ഷ്മതയുള്ള ആളുകളും ഒക്കെ ഖദറിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നതിന് വിലക്കിയിട്ടുണ്ട്. അപ്പോ ഇത് മുഹമ്മദ് ബിനുൽ ഹനഫിയ റഹ്മത്തുള്ളാഹിയിൽ നിന്ന് വന്നു, ലാ തഖൂമു സ്സാഅ ഹത്താ തകൂന ഖുസൂമത്തുൻ നാസി ഫിൽ ഖദർ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ജനങ്ങളുടെ തർക്കം അത് ഖദറിന്റെ വിഷയത്തിലാകാതെ എന്നുള്ളത്. അതുപോലെ തന്നെ ഖദറിന്റെ വിഷയത്തിൽ അതിൽ പഴച്ചു പോയിട്ടുള്ള ഖദരികളെ സംബന്ധിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലൗ അന്ന അഹദഹും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബ മാ ഖബില അല്ലാഹു മിൻഹും ഹത്താ യുഅ്മിന ബിൽ ഖദർ. അവരിൽ ഒരാൾ, ഖദരികളിൽപ്പെട്ട ഒരാൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ പോലും അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല അവര് ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. എന്ന് പറഞ്ഞാൽ അവർ കാഫിറുകളാണെന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കള് ഖദരികളെ ലഅനത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആധാറുകൾ കാണാൻ സാധിക്കും. വനഹു അനിൽ ജിദാലി ഫിൽ ഖദർ, ഖദറിന്റെ വിഷയത്തില് സഹാബത്തും സലഫുകളും അതുപോലെ തന്നെ ഉലമാക്കളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, തർക്കിക്കുന്നതിനെ വിലക്കിയിട്ടുണ്ട്. ഫഅലൈക ബിത്തസ്ലീമി വൽ ഇഖ്റാറി വൽ ഈമാൻ, നിന്റെ മേലുള്ള ബാധ്യത പരിപൂർണമായിട്ട് അള്ളാഹുവിന്റെ ഖദറിൽ കീഴ്പ്പെടുക എന്നുള്ളതാണ്, അതിനെ അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ്, അതിൽ തൃപ്തിപ്പെടുക. അള്ളാഹു വിധിച്ചതിൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ പരിപൂർണമായി തൃപ്തിപ്പെടുക, പരിപൂർണമായി അംഗീകരിക്കുക, അതിൽ കീഴൊതുങ്ങുക എന്നുള്ളതാണ്. എന്തൊരു സുഖമായിരിക്കും അതിലുണ്ടാവുക. ഒരു മുഅ്മിന് ഏറ്റവും വലിയ ആനന്ദമുണ്ടാകുക, ജീവിതം ഏറ്റവും സന്തോഷകരമായി തീരുക, അതുപോലെ തന്നെ സ്വർഗീയമായ ജീവിതം കിട്ടുക എങ്ങനെയാണ്, അള്ളാഹുവിന്റെ ഖദാ ഖദറിൽ പരിപൂർണമായി തൃപ്തി അടയുന്നതിലൂടെയാണ്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞ് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുമ്പോഴാണ് ഏറ്റവും സ്വർഗീയമായ ജീവിതമായി തീരുക. വഅതിഖാദു മാ ഖാല അല്ലാഹു മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജുംലത്തിൽ അഷ്യാ വസ്കുത് അമ്മാ സിവാ ദാലിക്, അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റസൂലുള്ളാഹി പൊതുവായി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതെന്ത് ചെയ്യാൻ നീ പറയുക, വിശ്വസിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ മൗനം പാലിക്കുക. കാരണം അള്ളാഹുവിന്റെ ഖദർ എന്ന് പറയുന്നത് സിറുല്ലാഹ്, അത് രഹസ്യമാണ്. ശേഷം ബർബഹാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വൽ ഈമാൻ ബി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്രിയ ബിഹി ഇല സമാ, അള്ളാഹുവിന്റെ റസൂല് ആകാശത്തേക്ക് ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. വസാറ ഇലൽ അർശ്, അങ്ങനെ അർശ് വരെ എത്തി. വകല്ലമ അല്ലാഹ തബാറക വതആല, അല്ലാഹുവിനോട് വകല്ലമ അല്ലാഹു തബാറക വതആല, അല്ലാഹു സംസാരിച്ചു റസൂലുള്ളാഹിനോട്. വദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വത്തലഅ ഫിന്നാർ, അതുപോലെ തന്നെ നരകം നേരിട്ട് കണ്ടു, സ്വർഗ്ഗ നരകങ്ങൾ നേരിട്ട് കണ്ടു. വറഅൽ മലായിക, മലക്കുകളെ കണ്ടു. വസമഅ കലാം അല്ലാഹ് വനുശിറത് ലഹുൽ അംബിയ, അള്ളാഹുവിന്റെ സംസാരം കേട്ടു. അതുപോലെ തന്നെ അംബിയാക്കൾ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോ വറഅ സുറാദിഖാതി അൽ അർശ് വൽ കുർസി, അർശിന്റെയും കുർസിന്റെയും സുറാദിഖാത്തുകൾ, അതിന്റെ അതിർവരമ്പുകളും അതിന്റെ ഭാഗങ്ങളും ഒക്കെ റസൂലുള്ളാഹി കണ്ടു. വജമീഅ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വമാ ഫിൽ അർദീന ഫിൽ യഖ്ദ, ഇതെല്ലാം കണ്ടിട്ടുള്ളത്, ആകാശഭൂമികളിലുള്ളതൊക്കെ കണ്ടു. അതൊക്കെ കണ്ടിട്ടുള്ളത് എന്താണ്, യഖ്ദത്തിൽ, ഉണർവിലാണ് കണ്ടത്, സ്വപ്നത്തിൽ കണ്ടതല്ല. അപ്പോ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവം അത് നടന്നു എന്നുള്ളത് നിരവധിയായ ഹദീസുകൾ വന്നു. അത് മുതവാത്തിറാണ് ഹദീസുകളെല്ലാം തന്നെ. അത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുണ്ട് ദീർഘമായിട്ട്, സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും. അതുപോലെ തന്നെ അബൂദർ അൽ ഗഫാരിയിൽ നിന്ന്, മാലിക് ഇബ്നു സഅസഅ, ഇങ്ങനെയുള്ള ധാരാളം സഹാബിമാരിൽ നിന്ന് ദീർഘമായിട്ട് മുതവാത്തിറായി കൊണ്ട് ഇത് സ്ഥിരപ്പെട്ടുള്ള വിഷയമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ സൂറത്തുൽ ഇസ്രായിൽ ഈ ഹദീസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോ
ഇതിനെ നിഷേധിച്ചിട്ടുള്ളത് ആരാണ്? മുഅ്തസിലികളാണ് ഇതിനെ നിഷേധിച്ചിട്ടുള്ളത്. സഹാബത്ത് എല്ലാം അംഗീകരിച്ചിട്ടുള്ള അറിയപ്പെട്ടുള്ള നമ്മുടെ അഖീദയുടെ വിഷയങ്ങളിൽ വരുന്ന വിഷയമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആകാശഭൂമികളുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ടു എന്നുള്ള കാര്യം അത് സ്വപ്നത്തിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു സംഭവം ഇസ്രാ മിഅ്റാജിൽ പെടുന്നതല്ല, മറിച്ച് ഇഖ്തിസാം അലൽ അല എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ ഭാഗമായിട്ടുള്ള വന്നിട്ടുള്ള വിഷയമാണ്. അത് സ്വപ്നത്തിലാണെന്നുള്ളത് ആ ഹദീസിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇസ്രാ മിഅ്റാജിന്റെ ഭാഗമായിട്ടുള്ളതല്ല ആകാശഭൂമികളുള്ള മുഴുവൻ കാര്യങ്ങളെയും കണ്ടു എന്നുള്ള കാര്യം. ബാക്കിയെല്ലാം എന്താണ്? ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഹമലഹു ജിബ്രീൽ അലൽ ബുറാഖ് ഹത്താ അദാറഹു ഫി السماوات وفرضت عليه الصلوات الخمس في تلك الليلة. ജിബ്രീൽ റസൂലുള്ളാഹിനെയും കൂട്ടി ബുറാഖിൽ കയറിക്കൊണ്ട് എന്ത് ചെയ്യാണ്? ആദ്യം ബൈത്തുൽ മഖ്ദിസിലേക്ക് എത്തുന്നത്. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് നേരെ എന്ത് ചെയ്യാണ്? ആകാശത്ത് ലോകത്തേക്ക് ഉയരുകയും അവിടെ വെച്ച് എന്താണ്? സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വരെ എന്ത് ചെയ്യുന്നുണ്ട്? റസൂലുള്ളാഹി എത്തുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് അവിടെ നിന്ന് അള്ളാഹുവുമായിട്ട് സംസാരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി അള്ളാഹുവിന്റെ സംസാരം കേൾക്കുന്നുണ്ട്. അള്ളാഹു അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ 5 നേരത്തെ നിസ്കാരങ്ങൾ റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിയമമാക്കപ്പെടുന്നുണ്ട്. ഈ ഉമ്മത്തിന് വേണ്ടി നിയമമാക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിച്ചു വന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? വീണ്ടും മക്കയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. മക്ക ലൈലതഹു. അതെല്ലാം ഒരൊറ്റ രാത്രിയിലാണ് സംഭവിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം ആ ഒരു രാത്രിയിൽ ഒരു ചെറിയ സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. വദാലിക ഖബ്ലൽ ഹിജ്റ. അത് ഹിജ്റക്ക് മുമ്പാണ് എന്നുകൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ശേഷം ബർബഹാരി റഹിമഹുല്ലാഹ് പറഞ്ഞു വഅലം അന്ന അർവാഹ ശുഹദാഇ ഫി ഹവാസിലി طير خضر تسرح في الجنة. ഇത് ഹദീസിൽ വന്നിട്ടുള്ള പദമാണ്. വതഅവി ഇല ഖനാദീല തഹ്ത العرش. ഇത്രയും ഭാഗം ഇമാം മുസ്ലിം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചതായിട്ട് നമുക്ക് സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. മസ്റൂഖ് എന്ന് പറയുന്ന താബിഈ വര്യൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് വലാ തഹ്സബന്ന അല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത എന്നുള്ള ആയത്തിനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വിശദീകരണമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണിത്. എന്ന് പറഞ്ഞാൽ ശുഹദാക്കളുടെ ആത്മാക്കൾ, അവരുടെ അർവാഹകൾ, റൂഹകള്, അത് പച്ച നിറത്തിലുള്ള ഗ്രീൻ കളറിലുള്ള പക്ഷികളുടെ അവരുടെ ആമാശയങ്ങളിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഹവാസിൽ എന്ന് പറഞ്ഞാൽ ഗിസാഡാണ്. ഞാൻ ഇന്നലെ ചിറകുകളായിരിക്കും എന്ന് പറഞ്ഞത് അത് തെറ്റാണ്. മറിച്ച് എന്താണ്? ഹവാസിലുകളാണ്. ഈ ഒരു എന്താണ്? അവരുടെ ആമാശയങ്ങളിലായിരിക്കും ഉണ്ടാവുക, അവരുടെ ശരീരത്തിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. തസ്റഹു ഫിൽ ജന്ന. സ്വർഗത്തിലൂടെ അത് എന്ത് ചെയ്യും? സഞ്ചരിക്കും, കറങ്ങി നടക്കും. വതഅവി ഇല ഖനാദീല തഹ്ത العرش. അർശിന്റെ കീഴിലുള്ള വിളക്കുകളിലേക്ക് ആണ് എന്ത് ചെയ്യുക? ഇത് ചെന്ന് എത്തിച്ചേരുക. ഈ പക്ഷികൾ അത് ഒരു കൂട് പോലെ. വഅർവാഹുൽ ഫുജ്ജാരി വൽ കുഫാർ ഫീ. അതുപോലെ തന്നെ തെമ്മാടികളായിട്ടുള്ള ആളുകളുടെയും കുഫാറുകളുടെയും റൂഹകളാകട്ടെ എവിടെയായിരിക്കും? ഫീ ബിഇരി ബറഹൂത്ത്. ബറഹൂത്ത് കിണറിലായിരിക്കും എന്നുള്ളത്. ബറഹൂത്ത് കിണർ എന്ന് പറയുന്നത് ഇന്നത്തെ ഹദ്റമൗത്തിലുള്ള, യമനിലെ ഹദ്റമൗത്തിലുള്ള ഒരു കിണറാണത്. വലിയ കിണറാണ്. അവിടെ ആയിരിക്കും എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അബൂ മൂസൽ അശ്അരിയിൽ നിന്നൊക്കെ ഹദീസ് വന്നിട്ടുണ്ട്. അത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് റൂഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ സഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വഹിയ ഫീ സിജ്ജീൻ. അത് സിജ്ജീനിലായിരിക്കും എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ ആയത്തിൽ വന്നിട്ടുള്ളതാണ്. ശേഷം ബർബഹാരി റഹിമഹുല്ലാഹ് പറയുന്നു വൽ ഈമാൻ ബി അന്നൽ മയ്യിത്ത് യഖഉദു ഫീ ഖബ്രിഹി. മയ്യിത്ത് ഖബറിൽ ഇരിക്കും, മലക്കുകൾ വന്ന് പിടിച്ചിരുത്തും എന്നുള്ളത് വിശ്വസിക്കൽ ഈമാനിൽപ്പെട്ടതാണ്. തുർസലു ഫീഹി അർറൂഹ്. റൂഹിന് അയക്കപ്പെടും ശരീരത്തിലേക്ക്. ഹത്താ യസ്അലഹു മുൻകറുൻ വനകീർ അനിൽ ഈമാൻ വശറാഇഹ്. അങ്ങനെ മലക്കുകളായിട്ടുള്ള മുൻകർ നകീർ ഈമാനെ സംബന്ധിച്ചും ശരീഅത്തിനെ സംബന്ധിച്ച് ചോദിക്കും. അല്ലേ? മൽ ഈമാൻ മൻ റബ്ബുക
വമൻ നബിയുക വമാ ദീനുക, ഇതൊക്കെ ചോദിക്കും. സുമ്മ തുസല്ലു റൂഹുഹു ബിലാ അലം, പിന്നെ വേദനയില്ലാതെ റൂഹ് എടുക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോ ഖബറിലുള്ള ചോദ്യം ചെയ്യല്, അവിടെ വെച്ചുള്ള വിചാരണ, ഇതെല്ലാം വിശ്വസിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. വയഅരിഫുൽ മയ്യിത്ത് അസ്സാഇറ ഇദാ സാറഹു, ഖബറിൽ കിടക്കുന്ന മയ്യിത്ത് അവിടെ സന്ദർശിക്കാൻ വരുന്ന ആളുകളെ തിരിച്ചറിയുമെന്നുള്ളത്, വരുന്നവരെ കുറിച്ച് അറിയുമെന്നുള്ളത് ഇവിടെ ബർബഹാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു. അത് ചില ആധാറുകൾ വന്നിട്ടുള്ളതാണ്. ആ ആധാറുകളുടെ വിഷയത്തിലും അതിന്റെ സഹത്തിന്റെ വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വയതനഅമുൽ മുഅ്മിൻ ഫിൽ ഖബർ, ഖബറിൽ മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? ആസ്വാദനം അനുഭവിക്കും. ഹദീസുകളിൽ വന്നതാണ്. ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഹദീസിലൊക്കെ വന്നു. വയുഅദ്ദബുൽ ഫാജിർ കൈഫ ശാ അല്ലാഹ്, തെമ്മാടിയായ വ്യക്തി ഖബറിൽ ശിക്ഷ അനുഭവിക്കും. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള സഹിയായ വിഷയമാണ്. ശേഷം പറഞ്ഞു വൽ ഈമാൻ ബിഅന്ന അല്ലാഹ ഹുവ അല്ലദീ കല്ലമ മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം യൗമ അത്തൂർ വമൂസ യസ്മഉ മിനല്ലാഹിൽ കലാം ബിസൗത്ത്. അല്ലാഹു തന്നെയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് തൂർ സീനാ പർവ്വതത്തിന്റെ അടുത്ത് വെച്ചുകൊണ്ട് സംസാരിച്ചത്. തൂർ സീനാ പർവ്വതത്തിന്റെ അടുത്ത് മൂസ നിൽക്കുന്ന സമയത്ത് അള്ളാഹു ആണ് സംസാരിച്ചത് എന്നതിൽ വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് സംസാരിച്ചത് മലക്കാണ് സംസാരിച്ചത് എന്നുള്ളതൊക്കെ എന്താണ്? തെറ്റായിട്ടുള്ള മുഅ്തസിലി വിശ്വാസത്തിൽ പെട്ടുള്ളതാണ്. കാരണം അവരുടെ വാദപ്രകാരം എന്താണ്? അള്ളാഹു സംസാരിക്കുകയില്ല എന്നുള്ളതാണ് മുഅ്തസിലിയുടെ വാദം, ജഹ്മികളുടെ വാദം. എന്നാൽ മാത്രമല്ല വമൂസ യസ്മഉ മിനല്ലാഹിൽ കലാം ബിസൗത്ത്, അള്ളാഹുവിൽ നിന്നുള്ള സംസാരം മൂസ കേട്ടു. അത് ശബ്ദത്തോടു കൂടിയുള്ള സംസാരമായിരുന്നു. വഖഅ ഫീ മസാമിഇഹി മിൻഹു, മൂസയുടെ ചെവികളിലേക്ക് അള്ളാഹുവിന്റെ സംസാരം ശബ്ദത്തോടുകൂടിയുള്ള സംസാരമാണ് കേട്ടുള്ളത്. അള്ളാഹുവിന്റെ സംസാരത്തിന് ശബ്ദമുണ്ട് എന്നുള്ള കാര്യം ആര് നിഷേധിച്ചിട്ടുണ്ട്? അശ്അരികൾ നിഷേധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഖുബൂരികളൊക്കെ നിഷേധിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ സംസാരത്തിന് ശബ്ദമുണ്ട് എന്നുള്ളത്. ലാ മിൻ ഗൈരിഹി, മറ്റാരും നല്ല കേട്ടിട്ടുള്ളത്, ആരുടെയും ശബ്ദമല്ല, അള്ളാഹുവിന്റെ സംസാരത്തിന് ശബ്ദമാണ്. ഫമൻ ഖാല ഗൈറ ഹാദാ ഫഖദ് കഫറ ബില്ലാഹിൽ അസീം, ഇതല്ലാതെ മറ്റാരെങ്കിലും ഒന്നാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവിശ്വസിച്ചിട്ടുണ്ട്, അവൻ കാഫിറായിട്ടുണ്ട് എന്നുള്ളത്. നോക്കൂ, ഇവിടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഹാരിസ് അൽ മുഹാസിബി. അയാള് അള്ളാഹിന്റെ എല്ലാ സിഫാത്തുകളും അംഗീകരിച്ചിട്ടുള്ള ആളാണ്. അള്ളാഹു അർശിന്റെ ഉപരിയിലായിട്ടുണ്ട്, ഇസ്തിവായനെ അംഗീകരിച്ചിട്ടുള്ള യദ്, അള്ളാഹുവിന്റെ കൈകളെയും കണ്ണുകളെയും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അള്ളാഹുവിന്റെ സംസാരത്തിന്, അള്ളാഹുവിന്റെ കലാമിനെ അംഗീകരിച്ചു. അള്ളാഹുവിന് കലാമുണ്ട്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഒക്കെ അംഗീകരിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ കലാമിന് ശബ്ദമുണ്ട് എന്നുള്ളതിനെ നിഷേധിച്ചു. അതുകൊണ്ട് ഇമാം അഹ്മദ് അയാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അൽ ഹാരിസുൽ ഫഖീർ തജഹം. ഹാരിസുൽ മുഹാസബി എന്തായിട്ടുണ്ട്? ജഹ്മി ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോ ശബ്ദത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പോലും എന്തായി തീർന്നു? ജഹ്മി ആയി തീരും. അപ്പൊ അള്ളാഹുവിന്റെ കലാമിനെ നിഷേധിക്കുക, ആ കലാമിന് ശബ്ദമുണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നത് അത് കുഫ്റാണെന്നുള്ളതാണ് ബർബഹാരി റഹിമഹുല്ലാഹ് പറയുന്നത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ സംസാരത്തിന് ശബ്ദമുണ്ട് എന്നുള്ള വിഷയത്തിൽ ധാരാളം ദലീലുകൾ കൊണ്ടുവരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്നുള്ള ദലീലുകൾ കൊണ്ടുവരുന്നുണ്ട്. നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം അവസാനമായി എഴുതിയ ഒരു ഗ്രന്ഥമാണത് ജുസ്ഉൻ ഫി ഇസ്ബാത്തിൽ ഹർഫി വസ്സൗത്ത്. അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫും സൗത്തും ഉണ്ട് എന്നുള്ള വിഷയം സ്ഥിരപ്പെടുത്തുന്നത്. അത് അശ്അരികൾക്കുള്ള മറുപടിയായിട്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് നമുക്ക് കാണാൻ സാധിക്കും. ശേഷം പറഞ്ഞു വഅലം അന്ന ശർറ വൽ ഖൈർ ബിഖദാഇല്ലാഹി വഖദരി, നീ അറിയുക നന്മ തിന്മകളെല്ലാം അള്ളാഹുവിന്റെ വിധി കൊണ്ടും അള്ളാഹുവിന്റെ തീരുമാനത്തോടുകൂടിയാണ് സംഭവിക്കുന്നത്. എല്ലാം അള്ളാഹു ആണ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഇന്നാ ഖലഖ്നാ കുല്ല ശൈഇൻ ബിഖദർ, നാം എല്ലാ കാര്യത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഖദർ കൊണ്ടാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ശേഷം ബർബഹാരി റഹിമഹുല്ലാഹ് പറഞ്ഞു വൽ അഖ്ലു മൗലൂദ്, നമ്മുടെ ബുദ്ധി
അത് ജനിക്കുന്നതാണ്. മനുഷ്യൻ ജനിക്കുന്നതോടൊപ്പം ജനിക്കുന്നതാണ് മനുഷ്യന്റെ ബുദ്ധിയും. അത് ഇങ്ങനെ വളർന്ന് വളർന്ന് എന്ത് ചെയ്യും? മനുഷ്യൻ യുവാവാകുന്നത് പോലെ ബുദ്ധിയും യുവാവാകും. അതുപോലെ തന്നെ ബുദ്ധിക്ക് പൂർണ്ണത എത്തുന്ന സമയമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു അത് 40-ാം വയസ്സിലാണ് എന്നുള്ളത്. അങ്ങനെ പിന്നീട് അതിന് വാർദ്ധക്യം ബാധിക്കും അല്ലേ? ബുദ്ധി പിന്നീട് നഷ്ടപ്പെടുന്നു പോയ അവസ്ഥ പലർക്കും വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോരുത്തർക്കും അള്ളാഹു ഉദ്ദേശിച്ച അളവിലാണ് ബുദ്ധി ലഭിക്കപ്പെടുക. അതുപോലെ മനുഷ്യന്മാരെന്ത് ചെയ്യും? അവരുടെ ബുദ്ധിയുടെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസപ്പെടുന്നുണ്ട്. ആകാശങ്ങളിലുള്ള വസ്തുക്കൾ വ്യത്യാസപ്പെടുന്നത് പോലെ, അതുപോലെ തന്നെ ആകാശത്തിലുള്ള സൃഷ്ടികൾ അവരുടെ വലുപ്പത്തിൽ വ്യത്യാസപ്പെടുന്നത് പോലെ ബുദ്ധികളിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണ്. അതിലൊക്കെ അള്ളാഹുവിന്റെ ഹിക്മത്ത് ഉണ്ട്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. വയുത്ലബു മിൻ കുല്ലി ഇൻസാനിൻ മിനൽ അമലി അലാ ഖദ്രി മാ അതാഹു മിനൽ അഖൽ. ഓരോ മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അവരിൽ നിന്ന് അമലുകൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹു അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അമലുകൾ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവാണ്. അതിനനുസരിച്ച് അവർക്ക് അമലുകൾ കുറവാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമലുകൾ വളരെ കുറവാണ്. അപ്പോ അമലുകൾ എന്ന് പറയുന്നത് അത് ബുദ്ധിക്കനുസരിച്ചാണ് തക്ലീഫ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വിശ്വാസപരമായ ഒരു വിഷയമാണ്. വലൈസൽ അഖ്ലു ബിക്തിസാബ്. അഖ്ൽ എന്ന് പറയുന്നത് നമുക്ക് തേടി ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇന്നമാ ഹുവ ഫദ്ലുല്ലാഹി അസ്സ വജൽ. അത് അല്ലാഹു ഫദ്ലായിട്ട് നൽകുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ഈ അവസാനം പറഞ്ഞതിന് ഹദീസ് തെളിവാണ്. അതാണ് അൽ ഹൽമു വൽ അനാ. അത് ജബലക്കല്ലാഹു അലിഹ എന്ന് സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അള്ളാഹു താങ്കൾക്ക് ഫിത്രത്തിൽ നൽകിയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ശേഷം ബർബഹാരി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅലം അന്നല്ലാഹ ഫദ്ദല അൽ ഇബാദ ബഅദഹും അലാ ബഅദിൻ ഫി ദുനിയ വൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളെ ചിലർക്ക് ചിലരേക്കാൾ ഫദ്ൽ നൽകിയിട്ടുണ്ട്. ആദിലൻ മിൻഹു ലാ യുഖാലു ജാറ വല ഹാബ. ഇതൊക്കെ അള്ളാഹു നീതിപൂർവമാണ് ചെയ്യുന്നത്. ഒരിക്കലും അള്ളാഹു അനീതി കാണിച്ചു എന്നോ ചിലരോട് പ്രത്യേകം ഇഷ്ടം കാണിച്ചു എന്നോ പറയാൻ പറ്റുകയില്ല. മറിച്ച് എല്ലാം നീതിപൂർവമാണ്. അതൊക്കെ അള്ളാഹുവിന്റെ ഫദ്ൽ തന്നെയാണ്. ഫമൻ ഖാല ഇന്ന ഫദ്ലല്ലാഹി അലൽ മുഅ്മിനി വൽ കാഫിരി സവാ ഫഹുവ സാഹിബു ബിദ്അ. ഇനി ആരെങ്കിലും പറയാണ് മുഅ്മിനോടും കാഫിറിനോടൊക്കെ അള്ളാഹുവിന്റെ ഫദ്ൽ സെയിം ലെവലിലാണെന്ന് പറയുകയാണെങ്കിൽ അവൻ ബിദ്അത്തുകാരനാണ്. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ഫദ്ല് ചിലർക്ക് എന്താണ്? കൂടുതലാണ്, ചിലരേക്കാൾ കൂടുതലാണ്. ഉദാഹരണമായിട്ട് അമ്പിയാക്കൾ തന്നെ എടുത്തു നോക്കാം. അമ്പിയാക്കളില് ചിലരേക്കാളും ഏറ്റവും അഫ്ദലാണ് എന്താണ്? അമ്പിയാക്കളെക്കാളും ഫദ്ലുള്ളവരാണ് മുർസലീങ്ങൾ. മുർസലീങ്ങളിൽ തന്നെ ഏറ്റവും ഫദ്ലുള്ളവരാണ് ഉലുൽ അസ്ം. ഉലുൽ അസ്മിൽ തന്നെ ഏറ്റവും ഫദ്ലുള്ള ആളാണ് ആര്? നബിയുന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ സാധാരണ മനുഷ്യന്മാരെക്കാളും ഫദ്ലുള്ളവരാണ് ആര്? ഉലമാക്കൾ എന്ന് പറയുന്നത് അല്ലേ? ഉലമാക്കൾ വനർഫഉ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ്? ലാ യസ്തവി, പെട്ടെന്ന് ആയത്ത് ഓർമ്മ വരുന്നില്ല. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ആയത്താണ് തിൽക റുസുലു ഫദ്ദല ബഅദഹും അലാ ബഅദ്. മുർസലീങ്ങളെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ചിലർക്ക് ചിലരെക്കാൾ ഫദ്ൽ നൽകിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ തരത്തില് ഓരോരുത്തർക്കും മറ്റൊരു പലരെക്കാളും എന്ത് ചെയ്യുന്നുണ്ട്? നിശ്ചിത ആളുകളെക്കാളും ഫദ്ൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മുഅ്തസിലികളുടെ വാദപ്രകാരം എന്താണ്? അള്ളാഹു എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഫദ്ലാണ് നൽകുന്നത് എന്നാണ്. കാരണം അവര് നേരത്തെ നമ്മൾ പറഞ്ഞു, ജഹ്മികളും അശ്അരികളും അതുപോലെ തന്നെ ഖവാരിജുകളും അവര് ജബരികളാണ് ഖദറിന്റെ വിഷയത്തിൽ. അതിന് നേരെ ഓപ്പോസിറ്റ് വാദമാണ് ആർക്കുള്ളത്? മുഅ്തസിലികൾക്കുള്ളത്. അവര് ഈ അദിലിന്റെ വിഷയത്തിൽ അതിര് കവിഞ്ഞ ആളുകളാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ
ഫضലിനെ നിഷേധിക്കുന്നത്. അങ്ങനെ ഫضൽ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് നീതികേടാകുമെന്നാണ് അവർ പറയുന്നത്. മറിച്ച് ബൽ ഫضലല്ലാഹു അലൽ മുഅ്മിനി അൽ കാഫിർ, മറിച്ച് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? കാഫിറിനേക്കാളും മുഅ്മിന് ഫضൽ നൽകിയിട്ടുണ്ട്. ഒത്ത അലൽ ആസി, തിന്മ ചെയ്യുന്നവരെക്കാളും നന്മ ചെയ്യുന്നവർക്ക് ഫضൽ നൽകിയിട്ടുണ്ട്. വൽ മഅസൂം അൽ മഖ്ദൂൽ, അതുപോലെ തന്നെ അള്ളാഹു സംരക്ഷിച്ചവർക്ക് അള്ളാഹു സംരക്ഷിക്കാത്തവരെക്കാളും ഫضൽ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ആദിലൻ മിൻഹു, നീതിപൂർവമാണ് നൽകിയിട്ടുള്ളത്. ഹു ഫضലുഹു യുഅതിഹി മൻ യശാ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഫضലാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഫضല് നൽകും. വയംനഉഹു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ അവർക്ക് ഫضൽ അള്ളാഹു നിഷേധിക്കും. ഇതൊക്കെ നീതിപൂർവമാണ് എന്ന് അള്ളാഹു പറഞ്ഞു. വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്ത്, ചിലർക്ക് ചിലരെക്കാളും നാം എന്ത് ചെയ്തു? ഫضൽ നൽകി, അള്ളാഹു ഉയർത്തി. ലിയത്തഖിദ ബഅദഹും ബഅദൻ സുഖ്രിയ, പരസ്പരം എന്താണ്? ചിലർ ചിലരെ പരിഹസിക്കുന്നതിന് വേണ്ടിയും കൂടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോ ഇതെല്ലാം നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ചിലർക്ക് ചിലരെക്കാളും ഫضൽ നൽകി എന്നുള്ള കാര്യം ഇത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുന്നതാണ്. നമുക്ക് ഹസ്സിയായി നോക്കിയാൽ തന്നെ നമുക്ക് ഇത് പരിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിക്കാതെ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ചിലർക്ക് ചിലരെക്കാളും എന്തുണ്ട്? ശ്രേഷ്ഠത ഉണ്ട് എന്നുള്ള കാര്യം. സ്ത്രീകളെക്കാളും പുരുഷന്മാർക്ക് ശ്രേഷ്ഠത ഉണ്ട്. അതുപോലെ അനറബികളെക്കാളും അറബികൾക്ക് ശ്രേഷ്ഠത ഉണ്ട്. തെമ്മാടികളെക്കാളും നന്മയുള്ള ആളുകൾക്ക് ശ്രേഷ്ഠത ഉണ്ട്. ഇതെല്ലാം അറിയപ്പെട്ടുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനും ഹദീസിലും ഈ ഒരു വിഷയം സ്ഥിരപ്പെട്ടുള്ള കാര്യം കൂടിയാണ്. വഹദ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.